അപ്പോൾ ഇതാണ് നമ്മുടെ തത്തമീൻ. നമ്മളിവിടെയൊക്കെ ഇതിന് തത്തമീൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പേരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ആദ്യം ഇതേ കണ്ടോ നല്ല ചെതുമ്പലുണ്ട്. ഈ മീനെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി. അപ്പം നമ്മുടെ തത്തമീനെ ഞാൻ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് വറുക്കാൻ പോവുകയാണ് ഈ മീൻ. അപ്പോൾ അതേ നന്നായിട്ട് കഴുകി നല്ല ആ ചെതുമ്പലുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വലിയ ചെതുമ്പല. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ദേഹമൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പം നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പം നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 7-8 കഷ്ണം ചെറിയ ഉള്ളി. നമുക്കിനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇത്ര ഇഞ്ചി. നമുക്കൊരു വലിയ മീനല്ലേ, അപ്പോൾ അതിന് എത്ര ഇഞ്ചി മതിയാവും. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വറ്റൽ മുളകാണ്. ഇത് ഞാൻ ഇന്ന് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത മുളകാണ് കേട്ടോ, നന്നായിട്ട് നരഞ്ഞു കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമാണ്. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത്രയും സാധനങ്ങൾ മാത്രം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ഇതേപോലെ നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ പിഴിഞ്ഞു കൊടുക്കാൻ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുമല്ലോ, അപ്പം മീനിലൊക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മീൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തേച്ചിട്ട് ഒരു 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ വറുത്തെടുത്താൽ മതി. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് നമ്മുടെ മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അകത്തോട്ടൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴത് കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുന്നേ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഉള്ളിലോട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ മീൻ്റെ അടുത്ത വശം നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഒരു വശം ഞാൻ തേച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ തിരിച്ചിട്ടതാണ്. നമുക്ക് 2 സൈഡിലും അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിക്കണം. മീൻ്റെ 2 സൈഡിലും അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ തേച്ചതിന് ശേഷം കുറച്ച് മസാല ബാക്കിയുണ്ട് കേട്ടോ, അത് കളയണ്ട. നമുക്ക് ഈ മീൻ വറുത്തതിന് ശേഷം ആ എണ്ണയിലിട്ട് അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ വറുക്കാനായിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. നമ്മുടെ വലിയ മീനല്ലേ, ഇതിനകത്ത് അതൊന്ന് കിടക്കും. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ടേ, നമുക്കത് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. നമുക്ക് മുങ്ങിക്കിടന്ന് നമ്മൾ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും എണ്ണ മതിയാവും. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ഒന്ന് കിടത്തി കൊടുക്കാം.
അപ്പോൾ ഇത്രയും വലിയ മീൻ പൊരിച്ചെടുക്കാനുള്ള വലിയ പാത്രമൊക്കെ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഉരുളിക്കകത്ത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എന്തായാലും എല്ലാ സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വലിയ പാത്രം ഇല്ലെങ്കിൽ നമുക്ക് ഈ മീനൊക്കെ വറുത്തെടുക്കാം കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഈ തലയുടെ ഈ പാർട്ട് പിന്നെ ഈ വാല് അതൊക്കെ കുറച്ചൊന്ന് മുരിയാനുണ്ടല്ലോ. അപ്പോൾ ഈ അടിഭാഗം മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തലയുടെ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ജസ്റ്റ് ഈ പാത്രം ഒന്ന് ഈ ഉരുളി ഒന്ന് ചരിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് എണ്ണയൊക്കെ അങ്ങോട്ട് ഇറങ്ങി നന്നായിട്ട് മുരിഞ്ഞോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു വശം നന്നായിട്ട് മുരിച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം ഏകദേശമൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഒരുപാടങ്ങ് മുരിക്കേണ്ട കേട്ടോ, നമുക്ക് ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ അടുത്ത വശവും മുരിച്ചെടുക്കാം.